സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ. അള്ളാഹു, യേശു, യഹോവ അങ്ങനെ പല ഐറ്റംസുകളും പുസ്തകങ്ങളിൽ മാത്രമുള്ളതാണ്. ഒരു 10 രൂപ ചോദിച്ചാലോ ഒരു വായുഗുളിക ചോദിച്ചാലോ കിട്ടില്ല. ഹിന്ദുക്കളെ നമ്മൾ കളിയാക്കാറുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നതാണ് ശരി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിവലിംഗമാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെ രൂപം കണ്ടാൽ തന്നെ ലിംഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും ലിംഗമില്ലാതെ നമ്മളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ലിംഗത്തിൽ നിന്നും വന്നവരാണ് നമ്മളൊക്കെ. അപ്പം നമ്മുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ലിംഗം തന്നെയാണ്. അപ്പം ലിംഗപുത്രന്മാരാണ് നമ്മൾ. ലിംഗം യോനിയിൽ സംയോജിക്കുന്ന ഒരു രൂപമാണ് ശിവലിംഗം എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തോടു കൂടി തന്നെയാണ് നമ്മൾ ജനിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സൃഷ്ടാവ്. അതുകൊണ്ട് ഹിന്ദുക്കളെ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നഗ്നമായ സത്യം പറയരുത് എന്നാണല്ലോ. പക്ഷേ കപടരായ ആളുകൾ ഈ സത്യം അംഗീകരിക്കാറില്ല. ദൈവമുണ്ടെങ്കിൽ അത് ആണ്ടിയാണ്, ലിംഗമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഹിന്ദുക്കൾക്ക് ഞാൻ 100 മാർക്ക് കൊടുക്കുകയാണ്. യഥാർത്ഥ ദൈവം ലിംഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല.